കുട്ടികളെ കൂട്ടുകാരെ ഇന്നൊരു കല്യാണ ഫോട്ടോയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. എൻ്റെ സഹോദരൻ്റെ മകളുടെ കല്യാണമാണ്. സഹോദരൻ എന്ന് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണ്. കുട്ടി ഹൈദരാബാദിലും വന്ന പയ്യൻ ബോംബെയിലുമാണ് ജോലി ചെയ്യുന്നത്. ഇത് സഹോദരൻ്റെ ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണം ഫോട്ടോസ് എടുത്തു എന്ന് പറയാൻ കാരണം ഫോട്ടോസൊന്നും എടുക്കാൻ സാധിച്ചില്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തിരക്കും, അവർക്കേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു തിരക്കാണ്. അതെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇത് ജ്യേഷ്ഠൻ്റെ ഭാര്യയും വല്യച്ഛനും വല്യമ്മയും എൻ്റെ ഭർത്താവും ബ്രദറും ഒക്കെയാണ്. ആളൊഴിഞ്ഞ സമയത്താണ് കേട്ടോ ഈ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവരും ഊണ് കഴിക്കാൻ പോയ സമയത്ത് എടുത്ത ഫോട്ടോസും കാര്യങ്ങളുമാണ്. ഇതെൻ്റെ സഹോദരിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ മകനാണ്. എൻ്റെ സഹോദരി അകാലത്തിൽ പൊലിഞ്ഞു പോയതാണ്. മകളെയും കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ഞങ്ങൾ എല്ലാവരും തമ്മിൽ കാണുന്നുള്ളൂ. ഇത് സഹോദരന്മാരാണ്, വല്യച്ഛൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും ഞാനുമാണ്. ഇതിൽ ഞങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ആളുടെ മകളുടേതാണ് കല്യാണം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് മാത്രം എടുത്ത് സമാധാനപ്പെടേണ്ടി വന്നു. കാരണം തിരക്കാവുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ നമ്മളുടേതായ ഒരു ഫംഗ്ഷൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ഇത് പയ്യൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഞാനും ഗിരീഷേട്ടനും കൂടി നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തതാണ്. ഇതെങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ 3 പേരും ഒരുപോലെ 1 by 1 ആയിട്ട് നിന്നങ്ങ് ഫോട്ടോ എടുത്തു. അച്ഛൻ്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ. പിന്നെ നമ്മുടെ സുന്ദരിക്കുട്ടിയുടെയും കൂടി ഒരു ഫോട്ടോസ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരെയും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അവൾക്കൊരു ഇഷ്ടക്കുറവ്, അവളും ഒരു നോട്ടം, അങ്ങനെ അവളുടെയും ഒരു ഫോട്ടോസ് എടുത്തു. പിന്നെ എല്ലാ ഫംഗ്ഷനും ഈ ഫോട്ടോഗ്രാഫേഴ്സ് മുമ്പിൽ കയറിയിരുന്ന് അങ്ങ് തിരക്ക്. അവരോടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അതവർക്ക് ഇഷ്ടപ്പെടില്ല. അവരുടെ മാത്രം ലോകമാണല്ലോ എല്ലാ കല്യാണമെങ്കിലും. അങ്ങനെ അടുത്തൊരു കല്യാണവുമായി വീഡിയോയുമായി വരുന്നൊരു ടാറ്റാ.